ഇപ്പോൾ ശിരൂരിൽ ഈശ്വർ മാൽപ്പെ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോയിട്ടുണ്ട്. ആ റോഡിലെ പോയിട്ട് നമ്മൾ ഒരു നോക്കിയ ഒരു സ്ഥല കേന്ദ്രബിന്ദുവൊക്കെ ആ സ്ഥലത്ത് നിന്ന് പോയിട്ട് തേടും. വെള്ളത്തിലിറങ്ങുന്നു. ഇപ്പം ഇറങ്ങും, 10 മണി കറക്റ്റായിട്ട് ഇറങ്ങും. കലക്കൊരു പ്രശ്നമാണോ? കലക്കൊരു പ്രശ്നം പറഞ്ഞാൽ കലക്കായങ്ങൾ 0% കീഴെ ഒന്നും കാണാൻ വയ്യ. അതിന് ഞങ്ങൾ ടോർച്ചുണ്ട്, അണ്ടർവുഡ് ടോർച്ചുണ്ട് സ്പെഷ്യലിട്ട്. ആ ടോർച്ച് ഇട്ടിട്ട് ഞങ്ങൾ നോക്കിപ്പോ ഈ ക്രെയിൻ എത്തിക്കാനുള്ള ആ ക്രെയിൻ ഇപ്പം 11 മണിക്ക് വരും. അവിടെ ഒരു ആലമരമുണ്ട്, അതിന് മേലാക്കും. ട്രെയിൻ വെച്ചാൽ ആൽമരം പുറത്തേക്ക് എടുക്കും. ഇപ്പം എടുക്കും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മേലധികാരിക്ക് ജില്ലാടത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഒരു കീഴെ പോയിട്ട് നോക്കൂ. അതിൽ പിന്നെ ഞങ്ങൾ ആ ആൽമരം എടുത്തിട്ട് ട്രെയിൻ ഇങ്ങോട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ഈ ലൈനൊക്കെ ഉള്ളതുകൊണ്ട്? ഇല്ല, ഒരു റോഡിലെ നിൽക്കട്ടെ, നമുക്കൊന്നും അത് പ്രശ്നമല്ലേ. അതിപ്പോൾ ആലമരം എടുക്കുന്നില്ല, ഇവിടെ നിന്ന് വലിക്കും. ഈ സൈഡ് എത്തിച്ചാക്കൊണ്ട് എത്ര ദൂരം വയറുണ്ട്, വയറാക്കിയിട്ട് വലിക്കും. അത് ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ കിട്ടുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു 3 സ്പോട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ 3 സ്പോട്ടിൽ നമ്മളിന്ന് തെരച്ചിൽ നടത്തും. ഇപ്പോൾ ക്രെയിൻ എടുത്താൽ കുറച്ച് താമസമുണ്ട്. ഒരു 11 മണി 12 കൂടി എത്തുന്നതാണ് വിചാരിക്കണേ. മേലധികാരികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മാക്സിമം വേഗത്തിൽ എത്തിക്കാന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ നമ്മൾ കിട്ടിയ സ്പോട്ടിൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് ഒന്ന് മഡി വാട്ടറാണ്. നമ്മൾ പിന്നെ വെള്ളത്തിനിടയിൽ ബ്ലൈൻഡായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് പരിചയമുള്ളത് കൊണ്ട് ടച്ച് ആൻഡ് ഫീലിംഗുകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അനീഷ്, ഇന്ന് എത്ര സമയം വരെ നിങ്ങൾ ഡൈവ് ചെയ്യാനാണ് പ്ലാൻ? ഇത് മാക്സിമം ഞങ്ങൾ നമ്മുടെ എഫർട്ട് വൈറ്റ് വരെ നമ്മൾ എടുക്കും. നമ്മുടെ സിലിണ്ടറിന്റെ എയർ അവസാനം തീരുന്ന വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മാക്സിമം ഈ ചെളി കലങ്ങി കിടക്കുന്നതാണ് ചെളി കലങ്ങി കിടക്കുന്നത് വിസിബിലിറ്റി ഇല്ലാത്തത് നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ അതിൽ വർക്ക് ചെയ്ത് നമുക്ക് പരിചയമുണ്ട്, നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നമുക്ക് മെയിൻ പ്രശ്നം നമ്മളിവിടുത്തെ ആൽമരം ഒന്ന് വീഴുന്നുണ്ട്. അതിന്റെ ആ പോയിന്റിൽ മൊത്തം കിടക്കുന്നതുകൊണ്ട് നമുക്ക് അടിയിലേക്കുള്ള കൂടുതൽ സെർച്ച് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ആൽമരം വലിച്ചു കയറ്റാനുള്ളതാണ് നോക്കുന്നത്. അതിന്റെ വൈകുന്നത് കൊണ്ട് നമ്മൾ വേറെ ഇവിടെ രണ്ട് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സെർച്ചിങ്ങൾ നമ്മൾ തുടരും. അതാണ് ഇപ്പോൾ സാറ് ഈശ്വരൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രജനി, ഈശ്വർ മാൽപ്പ പറഞ്ഞതുപോലെ തന്നെ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം അത് തങ്ങളെ ബാധിക്കുന്നതല്ല. വിസിബിലിറ്റി തീരെ ഇല്ലാത്ത ഇടത്ത് പോലും തിരച്ചിൽ നടത്തിയിട്ടുള്ള പരിചയം ഈ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആൽമരം, ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ആൽമരമാണ് ഒരു പ്രശ്നമായി കാണുന്നത്. അത് മാറ്റാൻ വേണ്ട സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് ഏകദേശം 11 മണിയോട് കൂടി ഏകദേശം ഈ ഭാഗത്ത് കിടക്കുന്ന ആൽമരം നീക്കാൻ വേണ്ടിയുള്ള ക്രെയിൻ ഉൾപ്പെടെ ഇവിടെ എത്തിക്കും. അതിനുശേഷം ആ മരം നീക്കിയതിന് ശേഷം ആ പ്രത്യേക കേന്ദ്രത്തിൽ പരിശോധന നടത്തും എന്നാണ് ഈശ്വർ മാൽപ്പ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായി ഇന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി തിരയേണ്ട 2 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ 10 മണിയോട് കൂടി തിരച്ചിൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നേവി അല്പസമയം മുമ്പ് കൃത്യമായി വന്നിവിടെ വീക്ഷിച്ച് പോയിട്ടുണ്ട്. വെള്ളം ഇന്നല്പം കലക്കാണ്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയെ സംബന്ധിച്ച് ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മാൽപ്പയും സംഘത്തിനും ആ വിസിബിലിറ്റി ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അതിൽ വിസിബിലിറ്റി ഇല്ലാത്ത ഇത്തരത്തിൽ ഉള്ള കലക്ക് വെള്ളത്തിൽ തന്നെ പരിശോധിച്ചുള്ള പരിചയം അവർക്കുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പരിശോധന കൃത്യം 10 മണിക്ക് തുടങ്ങും. നേവി ഉൾപ്പെടെ ഇവിടെ എത്തി ഈ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി ഡൈവേഴ്സ് ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രജനി.